വളഞ്ഞിട്ടാണ്. അതെത്ര നിവർത്താൻ നമ്മൾ ശ്രമിച്ചാലും അത് നിവരില്ല. അതെപ്പോഴും ഇങ്ങനെ വളഞ്ഞിട്ട് നിൽക്കുള്ളൂ. അപ്പം അത് നിവരാൻ നമ്മൾ ശ്രമിക്കണ്ട, അത് സ്വയം നിവരയില്ല. അപ്പം അതെന്തായാലും നമ്മൾ എന്ത് ചെയ്യണ്ട, മൈൻഡ് ചെയ്യണ്ട. ആ അൻസാരി എന്തൊക്കെ പറയണുണ്ട്, അതിലപ്പുറമൊന്നുമല്ല നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് മോശം കമൻറ്റ്, വേറെയുള്ള കമൻറ്റ്, എന്താണ് മോശം പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്തിനാണ് ഇങ്ങനെ കമൻറ്റ് ഇടുന്നത്? നല്ല നല്ല ആൾക്കാരെ വെച്ചിട്ട് അവർ മോശം പറയുന്നുണ്ട്. ഒരു എന്താ പറയുക, നബിദിനത്തിന് ഇത്തിരി ഇത് പൊന്നാനിയുള്ള സഹോദരനാണ്, ആളെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. അവനിത്തിരി നെയ്ച്ചോറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അതിനും മോശം കമൻറ്റുകൾ. എന്തൊക്കെ മനുഷ്യന്മാർ ജീവിച്ച് നടക്കുന്നു. എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനായിട്ട് ജീവിക്കുന്നു? എന്ത് കാര്യമുണ്ട്? മോശം. എന്ത് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് മോശം കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അതൊന്നും നമ്മൾ കാര്യമാക്കണില്ല. പക്ഷെ അവർക്ക് മെൻ്റലായാലും ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രാന്തെന്നല്ലാണ്ട് പിന്നെ എന്തെന്ന് പറയുക? വേറെ പണി എന്തെങ്കിലും വേണ്ട, തൊഴിലൊന്നും ഇല്ല അവർക്ക്. അപ്പോൾ നമ്മളെ ഒരു വീഡിയോ കണ്ട് അതിന് മോശം അഭിപ്രായം പറഞ്ഞെങ്കിൽ എല്ലാവർക്കും പൈസ കിട്ടുള്ളൂ. അങ്ങനെ അവർ പൈസ ഉണ്ടാക്കട്ടെ. കുറേ രേണുസുദിനെ വെച്ച് പൈസ ഉണ്ടാക്കി, അതുപോലെ ഒരുപാട് ആൾക്കാരെ വെച്ച് പൈസ ഉണ്ടാക്കി, ജാസിനെ വെച്ച് പൈസ ഉണ്ടാക്കി, അങ്ങനെ ഒരുപാട് ആൾക്കാരെ. ഇപ്പോൾ അതാ നല്ലൊരു വ്യക്തി ഉണ്ട്, അയാളെ പിടിച്ച് ഓരോ കമൻറ്റ് ഇട്ടിട്ട്, ഓരോ ആൾക്കാരെ മോശം കമൻറ്റ് ഇട്ടിട്ടൊക്കെ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് അവർക്ക് പൈസ കിട്ടാണെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അവരെ വിറ്റ് കാശാക്കട്ടെ. നമ്മളിപ്പോൾ എന്താ പറയാൻ വേറൊരു വഴികളില്ലല്ലോ. അവർ പറയട്ടെ. കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു, ലൈക്കും കമൻറ്റും ഷെയറും പ്രതീക്ഷിക്കുന്ന എല്ലാവരും, നെഗറ്റീവ് പറയണവരും നല്ലത് പറയണവരൊക്കെ ഷെയറും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് സപ്പോർട്ട് നിങ്ങളെല്ലാവരും, നെഗറ്റീവ് പറയണവരതും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, അവരതും എനിക്ക് ഒരുപാട് സപ്പോർട്ട് വേണം. എന്നെ സ്നേഹിക്കണം, എല്ലാവരും കൂടെ ഉണ്ടാവണം. ഓക്കെ, ബൈ. ജാതി പറഞ്ഞിട്ട്, മതം പറഞ്ഞിട്ട്, എന്തൊക്കെ പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? മനുഷ്യന്മാരല്ലേ നമ്മളൊക്കെ? എല്ലാവരും മനുഷ്യന്മാർ തന്നെ. അള്ളാഹു ഇറക്കപ്പെടുത്തിയിട്ടുള്ള എല്ലാവരും മനുഷ്യന്മാരാണ്. ജാതി മതം ഈ ദുനിയാവിലേക്ക് വന്നപ്പോൾ ജാതി മതമാക്കി എടുത്തതാണ്, അല്ലാണ്ട് പടച്ചോനാക്കിയതല്ല. അപ്പം മനസ്സിലായി, പടച്ചോനെല്ലാവരും ഒരേപോലെയാണ് പഠിച്ചിട്ടുള്ളത്. ജാതി മതമാക്കിയത് ഈ ദുനിയാവിലേക്ക് ജനങ്ങളെ ഇറക്കിയതിന് ശേഷമാണ് ജാതി മതം എന്ന് തിരുത്തിയത്. നമുക്കൊന്നും ജാതി മതമല്ല, ഞങ്ങൾക്ക് ഹിന്ദുക്കളും ഞങ്ങളെ സഹോദരന്മാർ തന്നെ. ആ ഹിന്ദുക്കൾ സഹോദരികളും ഞങ്ങൾ സഹോദരന്മാർ തന്നെ. എല്ലാവരും ജാതി മതം ഇല്ലാതാണ് ഞങ്ങൾ സ്നേഹിക്കണം. പറയുമ്പോൾ ഞാൻ മലപ്പുറമുള്ള ആളാണ്. ഞാൻ ജനിച്ച് വളർന്നതൊക്കെ മലപ്പുറത്താണ്. ഞങ്ങളുടെ നാട്ടിൽ ഹിന്ദുക്കൾ കുറവാണ്. പക്ഷെ ഞങ്ങൾ ഓണമായാലും വിഷു ആയാലും പെരുന്നാളായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല സൗഹൃദം കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് ആ ജാതി മതം ഇല്ല കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല.